ഹലോ, ഇന്ന് നമുക്കൊരു അടിപൊളി പായസം ഉണ്ടാക്കിയാലോ, ഒരു അടപ്പായസം. അതിനുവേണ്ടി ഞാൻ അത്യാവശ്യം വലിപ്പമുള്ളൊരു കുക്കർ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കുക്കറിൽ നമ്മൾ ഈ മന്തിയും ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നതല്ലേ, അപ്പോൾ ചിലപ്പോൾ പാല് കേടരാനൊരു സാധ്യത ഉണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ഞാനിതാ ചെറിയൊരു പീസ് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൽ. ഇനി അതൊന്ന് മെൽറ്റായിട്ട് വരട്ടെ. നമ്മുടെ ബട്ടർ ഇതാ മെൽറ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ബൗൾ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതും കൂടെ ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. രണ്ടും കൂടെ തീ ലോ ഫ്ലെയിമിൽ ഇട്ടേക്കണം കേട്ടോ. ഇനി ഇതൊന്ന് മെൽറ്റായിട്ട് വരട്ടെ. ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഒന്നും കൂടെ കളറാവാം അല്ലേ. അപ്പം നമുക്ക് ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പം ഇതുപോലെ നല്ലൊരു കളറിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2.5 ലിറ്റർ പാൽ വേണം. അപ്പോൾ എന്താ കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കണം ആദ്യം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം മുഴുവൻ പാൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാൻ ഇതുപോലെ 2 ബൗൾ പഞ്ചസാര ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരെണ്ണം ഇതിൽ കണ്ടിട്ടുള്ളൂ. പിന്നെ നമുക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ പാല് തിളച്ച് വരുന്നുണ്ടേ. നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നന്നായിട്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് 20 മിനിറ്റും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം അല്ലേ. അതിനുവേണ്ടി ഞാൻ എന്താ ചെറിയ തീയിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഈ അടുപ്പിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിവിടെ ഇരിക്കട്ടെ കേട്ടോ. നമ്മൾ കൈയൊന്നും തട്ടരുത് കേട്ടോ, അപ്പോൾ പാല് തിളച്ച് പോകാനുള്ളൊരു സാധ്യത ഉണ്ട്. ഇതുപോലെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കാം. ഞാൻ 250 ഗ്രാം അട എടുത്തിട്ടുള്ളത് കേട്ടോ. മട്ട അടയാണ് എടുത്തിട്ടുള്ളത്. അതാകുമ്പോൾ നല്ലൊരു കളർ ഉണ്ടാവും. പായസത്തിൻ്റെ അതേ കളർ കിട്ടും. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ 1 2 ഇങ്ങനെ അടിയിൽ ഒട്ടി പിടിക്കും കുറച്ചൊക്കെ. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിവിടെ ഇരിക്കട്ടെ കേട്ടോ. ഒരു 20 മിനിറ്റോളം അവിടെ ഇരിക്കട്ടെ. 20 മിനിറ്റ് കഴിഞ്ഞു. നമ്മൾ പാട എന്തായി നോക്കാമല്ലേ. ഈ സമയത്ത് ഞാൻ പാൽ ഓഫ് ചെയ്തിട്ടുണ്ടോ തീ. അതിൻ്റെ വിസിലൊക്കെ ഒന്ന് പോയിട്ട് ഒന്ന് തണുക്കട്ടെ. അവിടെ ആവശ്യത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. കുറച്ച് വേവ് കുറവാണെങ്കിൽ നമുക്കിത് പാലിൻ്റെ കൂടെ ഒന്ന് കുറുക്കിയെടുക്കാനുള്ള കേട്ടോ. ഇനി നമുക്കിത് 2-3 തവണയായിട്ട് ഒന്ന് കഴുകിയെടുക്കാം. നല്ല ചൂടുള്ളതുകൊണ്ട് ഇങ്ങനെ ഒന്ന് വെച്ച് ഇളക്കിയിട്ട് കഴുകിയെടുക്കാം കേട്ടോ. ഞാൻ ഇതിലേക്ക് ഒന്ന് വെള്ളം മാറാനായിട്ട് ഇട്ട് കൊടുക്കണ്ടേ. അപ്പോൾ ഇത് നമ്മുടെ അട ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിവിടെ ഇരിക്കട്ടെ കേട്ടോ. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. വിസിലൊക്കെ പോയിട്ടുണ്ട്. എന്താണ് അവസ്ഥ എന്നൊന്ന് നോക്കാം അല്ലേ. ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. നല്ലൊരു കളർ വന്നിട്ടില്ലേ നമുക്ക്. നമുക്ക് തീ കത്തിച്ച് കൊടുക്കാം. എന്നിട്ട് അടയിട്ട് കൊടുക്കാം കേട്ടോ. അടയിട്ട് ഒരു 20 മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കിയിട്ട് നമുക്ക് ഈ പാലൊന്നും കൂടെ വറ്റിച്ചെടുക്കാനുണ്ട് കേട്ടോ.
ഇനി ഇളക്കി കൊടുക്കാം. ഇളക്കി കുറുക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ. പാൽ കുറേ വറ്റിയിട്ടുണ്ട്. പാൽ കൂടുതലായിട്ടുണ്ടെങ്കിൽ നമ്മൾ അട താഴെ പോയി കിടക്കും, ഒരു ബന്ധമില്ലാത്ത പോലെ രണ്ടും. അപ്പോൾ നമുക്കിതൊന്ന് ഇളക്കി കുറുക്കി സെറ്റാക്കി എടുക്കണം. അപ്പോൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇനി നമുക്കിതിലേക്ക് ലേശം മിൽക്ക് മേഡ് ഒഴിച്ച് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കണേ. നമ്മൾ പായസം ഇതുപോലെ സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൽ എന്തെങ്കിലുമൊക്കെ കടിക്കാൻ കിട്ടണ്ടേ, അല്ലെങ്കിൽ ഒരു രസം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമുക്ക് ലേശം അണ്ടിപ്പരിപ്പ് വറുത്തിട്ടാലോ. ഞാൻ എന്താ ഇതുപോലെ ഒരു പാൻ അടുപ്പിൽ വെക്കുന്നുണ്ട് കേട്ടോ. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഞാൻ എന്താ എടുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണ്ടേ. ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഇതുപോലെ ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ പായസം അടിപൊളി കിട്ടിയിട്ടുണ്ടേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് കൂടെ കൂട്ടണേ, ലൈക്ക് ചെയ്യണേ.